Furious Kitchen. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്കോലാവ. അപ്പോൾ ചോക്കോലാവ ഉണ്ടാക്കുന്നത് മെയിനായിട്ട് അദ്നാൻ എൻ്റെ മോനാണ്. നമ്മൾ ആദിനെ വിളിക്കാം. അപ്പോൾ ഞാനിന്ന് ആദിൻ്റെ ഹെൽപ്പറായിട്ട് നിൽക്കുകയാണ്. മെയിൻ കുക്ക് ചെയ്യുന്ന ആൾ ആദിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചോക്കോലാവ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം ആദി. There's 17 grams of unsalted butter, 70 grams of dark chocolate, 70 grams of sugar, 40 grams of plain flour, and 2 large eggs. So the first thing we have to do is get water into a saucepan. So I'm doing it right now. And then we add the saucepan on top of this heat, and then we wait until it's boiled. അപ്പോൾ നന്നായിട്ട് ബോയിൽ ചെയ്യണോ വെള്ളം? ഓക്കെ ഓക്കെ. അപ്പം വെള്ളം ബോയിൽ ആയിട്ടുണ്ട് ആദി. ഇനി എന്താ ചെയ്യേണ്ടത്? ബൗൾ വെക്കണോ? ഓക്കെ. ഇത് സിമ്മിൽ ചെയ്യണോ? ഓക്കെ. മിക്സ് ചെയ്ത് കൊടുക്കണോ? ഓക്കെ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അത് മെൽറ്റ് ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. That makes second man. നമുക്ക് just today ബ്രെഡ്. ഓക്കെ. ഇനി അതിലേക്ക് എന്താണ് ഷുഗറും ഫ്ലവറും ആഡ് ചെയ്യണ്ടേ? മഷറലി ഫ്ലവറും ഷുഗറും ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും നന്നായി മിക്സ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ. ഇനി നമുക്ക് അതിലേക്ക് മുട്ടയും കൂടെ ആഡ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ആക്കുന്നു. നമ്മൾ ഗ്രേസ് ചെയ്യുന്നപ്പോൾ ബട്ടർ യൂസ് ചെയ്ത് കഴിക്കണ്ടേ? ഓക്കെ. ഇപ്പം നന്നായിട്ട് ഗ്രേസ് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടും. നമ്മൾ കുറച്ച് കോക്കോ പൗഡർ ഇടാൻ പോവാനേ. കുറച്ചിട്ടേ ശരിയാണ്. So this is full. Now to put this cocoa powder into this tin and repeat the whole process. So now as you can see, both of the tins have been lined with cocoa powder. Make sure the cocoa powder is everywhere in the tin, because this is where the chocolate mix is going to be put. So now we're going to scoop up some chocolate mix, and then we're going to pour it into here. അങ്ങനെ 2 സ്കൂപ്പ് വേണ്ടി വരും. So probably gonna have to add 3 spoons of
chocolate. Make sure you fill it to the top or else your cake won't be as big as it looks like. So I was add the last scoop for these 2 ramekins. You don't need to have ramekins, you can have like cupcake tins or like cake. They're all the same. So as you can see, they have both been. Okay, നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്താലോ? ഇതിന് ഇപ്പം റംകിന് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതുപോലുള്ള എന്താ പറയുക കപ്പ് കേക്കിൻ്റെ മോൾഡിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ച് ചെറുതാവുന്നേ ഉള്ളൂ. So now we need to refrigerate these for about an hour. So now I will put in the fridge. Okay. അപ്പോൾ നമുക്ക് 1 hour ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം അല്ലേ? ഉണ്ടായിരിച്ചിരുത്തി പിന്നെ നമുക്ക് അത് ഫുൾ I don't think there's enough mix for all of these, so we might need to put less of these because... Okay, നമ്മൾ 3 എണ്ണത്തിൽ ചെയ്യാം നമുക്ക്. Yeah, that's enough. So now we're going to put all these stuff also in the fridge. So now they're in the fridge for 1 hour. So after an hour, so now we're going to take the tins out of the fridge. Here they are. They're all tins. So now you're supposed to put these in the oven at 250 degrees for 12 minutes. So guys, it's been 12 minutes now. I'm going to take the cakes out of the oven. ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആക്കാം അല്ലേ? ഓക്കെ, നമ്മുടെ ചോക്കോലാവ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ നിന്ന് ലാവ ഉണ്ടോന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് സ്പൂൺ മതി. സ്പൂൺ എടുത്തോ. നല്ല ലാവ ഉണ്ട്. ഓക്കെ, ലാവ അപ്പോൾ നമ്മളെ ചോക്കോലാവ റെഡി ആയിട്ടുണ്ട്. വെൽഡൻ അദ്നാൻ. താങ്ക്സ്. അപ്പോൾ ആദ്യം എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പ് ഇതിലെന്താന്ന് വെച്ചാൽ, ഇത് ഹൈ ടെമ്പറേച്ചറിൽ കുറഞ്ഞ സമയം ബേക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ ലാവ ഫോം ആവില്ല, അതെല്ലാം ഉറച്ചിട്ട് കേക്ക് രൂപത്തിലായി വരും. അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹൈ ടെമ്പറേച്ചറിൽ കുറഞ്ഞ ടൈമിൽ വെക്കുക. നമ്മളിപ്പോൾ ഇവിടെ വെച്ചത് 215 ഡിഗ്രി സെൽഷ്യസിൽ 12 മിനിറ്റ്സ് ആണ് വെച്ചത്. അപ്പോൾ എല്ലാ ദിവസത്തും പോലെ അനായ ഇവിടെ എത്തിയിട്ടുണ്ട്. അനായക്ക് ടേസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനായ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയട്ടെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന്. ചൂടുണ്ടോ? How is it? Super. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ചോക്കോലാവ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ
നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. Bye. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.